ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ എൻക്ലെക്സ് സാറിന്റെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരുമിച്ചൊന്ന് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ്, ഇതിന് വേണ്ടി ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. ജെയിം അക്കാഡമി. സോ എന്തുകൊണ്ടാണ് നമുക്ക് കേസ് സ്റ്റഡീസ് എൻക്ലെക്സ് സാറിൻ എക്സാമിന് വരുന്നത്? നമുക്കൊരു പേഷ്യൻ്റെ ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്ത് അത് അനലൈസ് ചെയ്ത് നമ്മളത് പ്രയോറിറ്റൈസ് ചെയ്ത് പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നെസസറി ആക്ഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ടോ, ആ എടുത്ത ആക്ഷൻസ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവർ കേസ് സ്റ്റഡീസ് നമ്മളോട് ചോദിക്കുന്നത്. അതായത് നമുക്ക് ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് എന്നൊരു എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടാസ്ക്കാണത്. അപ്പോൾ കേസ് സ്റ്റഡീസ് എല്ലാവർക്കും ടഫായിട്ടുള്ളൊരു പോർഷനാണ്. ആൻഡ് ഒരുപാട്, അതായത് ഒരു 5-6 കേസ് സ്റ്റഡീസൊക്കെ ഒരു എക്സാമിന് തന്നെ വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം കേസ് സ്റ്റഡീസ് എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണും. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഒരു പേഷ്യൻ്റെ സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിനകത്തുനിന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, പേഷ്യൻ്റെ സിംറ്റംസ് ആയിരിക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തൊന്ന് എടുത്ത്, ഒരുപാട് കാര്യങ്ങൾ അൺനെസസറി ആയിട്ടുള്ളത് കാണും, അതൊക്കെ മാറ്റി നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുത്ത് അതൊന്ന് അനലൈസ് ചെയ്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് അതിനകത്തൊന്ന് സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു കേസ് സ്റ്റഡീസിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ ഒരു പേഷ്യൻ്റെ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ നഴ്സ് ഇസ് കെയറിങ് ഫോർ എ 21-year-old client. The client comes to the emergency department due to fear of having a heart attack. The client reports, I was taking the bus home from work when my chest started feeling really tight. സോ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഫിയറുമായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നൊരു പേഷ്യൻ്റ് ആണ്. 21-year-old ആണ് കേട്ടോ. അപ്പം ഐ എം ലക്കി മൈ ഫ്രണ്ട് വാസ് ദെയർ ആൻഡ് ഏബിൾ ടു ഹെൽപ്പ് മീ get to the hospital. What if my friend is not there next time? The client describes experiencing similar episode recently at random places and times and worries about when or where the next attack will occur. അപ്പം ഇവിടെ കുറച്ച് നെസസറി ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, അൺനെസസറി ആയിട്ടുള്ള ആവശ്യങ്ങളും ഉണ്ട് അല്ലേ, കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ഫിയർ ഉണ്ടെന്നുള്ളതാണ് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണത്. ഓക്കെ, ആൻഡ് ചെസ്റ്റ് സ്റ്റാർട്ടഡ് ഫീലിംഗ് ടൈറ്റ്, അതായത് ചെസ്റ്റ് ടൈറ്റ്നസ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയും അതാണ് നഴ്സിംഗ് നോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷനിൽ ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്ലയൻറ്റ് അപ്പിയേഴ്സ് വെൽ ഗ്രൂംഡ്, മെയിൻറ്റെയിൻസ് മിനിമൽ ഐ കോണ്ടാക്ട് മിനിമൽ ആണ്. അപ്പോൾ വെൽ ഗ്രൂംഡ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻ്റ് ഓക്കെ ആണെന്ന് പറയുന്നതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. സോ മിനിമൽ ഐ കോണ്ടാക്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പിയേഴ്സ് ഫിഡ്ജിറ്റി ആൻഡ് ടിയർഫുൾ വിത്ത് എ ഫ്ലാറ്റ് അഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഫേസ്. ഓക്കെ, ദ ക്ലയൻസ് ട്രെംബ്ലിംഗ് ഹാൻഡ്സ് ആർ ഒബ്സർവ്ഡ്. അപ്പം ഹാൻഡ്സ് ട്രെംബ്ലിംഗ് ആണ്. Thought process is logical and organized. The client reports no suicidal or homicidal ideation. അപ്പം ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, ഐ കോണ്ടാക്ട് മിനിമൽ ആണ്, ഫ്ലാറ്റ് അഫക്റ്റ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻഡ് ദ ക്ലയൻറ്റ് റിപ്പോർട്ട്സ് ഹാവിങ് റാൻഡം എപ്പിസോഡ്സ് ഓഫ് ചെസ്റ്റ് പെയിൻ, ഡിസിനസ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആൻഡ് ഹാർട്ട് പാൽപിറ്റേഷൻ ഫോർ ദ പാസ്റ്റ് 3 months. ദ ക്ലയൻറ്റ് റിപ്പോർട്ട്സ് ദ പെയിൻ റിസോൾവ് സ്പോണ്ടേനിയസ്ലി വിത്തിൻ 10 minutes. ലോസ് ഓഫ് അപ്പറ്റൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റീസെൻറ്റ് വെയിറ്റ് ലോസും പറയുന്നുണ്ട്. ഓക്കെ, നൗ അടുത്തത്, ദ ക്ലയൻറ്റ് ഡ്രിങ്ക്സ് ആൽക്കഹോൾ സോഷ്യലി, റിപ്പോർട്ട്സ് ഹാവിങ് എ ഗ്ലാസ് ഓഫ് വൈൻ വിത്ത് ദ ഈവനിങ് മീൽ എസ്റ്റർഡേ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷനിലുള്ളത്. ഇനി വൈറ്റൽ സയൻസിൽ നോക്കുകയാണെങ്കിൽ ഇത് ടൈമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 99. ഓക്കെ, സ്ലൈറ്റ്ലി എലിവേറ്റഡ് അല്ലേ, 110 ആണ് പൾസ്, റെസ്പിറേറ്ററി റേറ്റ് 18, 125/86 BP, SpO2 98%. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഉള്ളത് കേട്ടോ. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈൻഡിങ്സ് റിക്വയർ ഇമ്മീഡിയറ്റ് ഫോളോ അപ്പ്, സെലക്ട് ഓൾ ദറ്റ് അപ്ലൈ. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യം. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എസ്പെഷ്യലി പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി ആൻഡ് ABC ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് നോക്കുക. സോ ചെസ്റ്റ് ടൈറ്റ്നസ്, യെസ്, ചെസ്റ്റ് ടൈറ്റ്നസ് സംതിങ് റിലേറ്റഡ് ടു ബ്രീത്തിങ് അല്ലേ, റെസ്പിറേഷൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചൂസ് ചെയ്യാം. ഓക്കെ, ഫ്ലാറ്റ് അഫക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണോ, അതായത് ഇമോഷൻ ഒന്നും ഇല്ല ഫേസിൽ, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലേ. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഹാർട്ട് പാൽപിറ്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. ദെൻ
മിനിമൽ ഐ കോണ്ടാക്ട് അത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടതല്ല അല്ലേ. ഐ കോണ്ടാക്ട് മിനിമൽ ആണ്. അപ്പം നമുക്ക് ആദ്യം എന്താണ് ആവശ്യം? ഫിസിക്കൽ സിംറ്റം, മെഡിക്കൽ സിംറ്റം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അറിയാലോ, ഇതൊക്കെ നമ്മൾ ABC റിലേറ്റഡ് ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. നോ വെയിറ്റ് ലോസിന് വേണ്ടി നമുക്ക് ഇമ്മീഡിയറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ വെയിറ്റ് കൂടുമോ? ഇല്ല അല്ലേ. അങ്ങനെ ഓർക്കുക കേട്ടോ. സോ ഇവിടെ ഫ്ലാറ്റ് അഫക്റ്റ്, മിനിമൽ ഐ കോണ്ടാക്റ്റ് ഒക്കെ സംതിങ് എന്താണ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്കൊരു ഫിസിക്കൽ സിംറ്റം അല്ലെങ്കിൽ മെഡിക്കൽ സിംറ്റം ഉണ്ടെങ്കിൽ അതിനേക്കാട്ടിൽ ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഇമോഷണൽ കാര്യങ്ങളൊക്കെ കേട്ടോ. ABCക്ക് പ്രയോറിറ്റി കൊടുക്കുക, സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രാജ്വലി നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് അത് ഇമ്പ്രൂവ് ആവുന്നില്ല. ബട്ട് ചെസ്റ്റ് ടൈറ്റ്നസ് കുറയ്ക്കാനും ഹാർട്ട് പാൽപിറ്റേഷൻ കുറയ്ക്കാനും ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് കുറയ്ക്കാനും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ അതിനൊരു ആക്ഷൻ ഉണ്ടാവുന്ന കാര്യമാണ് അല്ലേ. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്, പേഷ്യൻ്റെ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ ABC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ 3 ഓപ്ഷൻ ചൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? നമ്മൾ ഈ കേസ് സ്റ്റഡി വായിച്ചു, നമ്മൾ എന്ത് ചെയ്തു? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തു അല്ലേ. അത് അനലൈസ് ചെയ്ത് നമ്മളുടെ കുറച്ച് സിംറ്റംസ് ഉണ്ടായിരുന്നതിൽ പ്രയോറിറ്റി ചെയ്തു അല്ലേ, പ്രയോറിറ്റൈസ് ചെയ്തു. നമ്മൾ ഫ്ലാറ്റ് അഫക്റ്റ് ഒന്നും ചൂസ് ചെയ്തില്ല, അതിനെക്കാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് അല്ലേ. അങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ ആൻസർ ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ഈ ഒരു കേസ് സ്റ്റഡി ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇവാലുവേറ്റർ അല്ലെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണ് നമ്മുടെ ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് എത്രത്തോളമാണ്, ഈ പ്രയോറിറ്റൈസേഷൻ സ്കിൽ എത്രത്തോളമാണ്, ഇമ്മീഡിയറ്റ് ഫോളോ അപ്പ് അതൊരു പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്കിൽ എത്രത്തോളമാണെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കേസ് സ്റ്റഡീസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി കേസ് സ്റ്റഡീസിൽ ചെയ്യുന്നത്. ഈ സ്റ്റെപ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.